ആദ്യം തന്നെ നമുക്ക് ഇത് 1 കിലോ പോർക്കുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പോർക്ക് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയുടെ പൗഡറാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചതൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ പൊടി നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുന്നത്. നന്നായി ഒന്ന് മല്ലി ഒന്ന് മൂത്ത് വരണവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മല്ലി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറച്ചി വേവിക്കുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്തത്. ഞാൻ പൊടി ചൂടാക്കുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായി മൂപ്പിച്ചെടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തുള്ളത് 1 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ നമ്മളുടെ പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ഒരു വേറെ പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളുടെ പൊടികൾ ചൂടാക്കി ആ പാൻ തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് സവാള ഇതൊക്കെ ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനതിലേക്കൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ജീരകം പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 2 വലിയ സവാള കട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ആദ്യം സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഒരല്പം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പോർക്ക് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു 5 പച്ചമുളക്, കുറച്ച് കുരുമുളക്, അതായത് 1 ടീസ്പൂണോളം കുരുമുളകും കൂടി ചതച്ചെടുത്താണ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 2 വേപ്പിൻ്റെ ഇല കീറിയിട്ട് കൊടുക്കാം. അപ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കുരുമുളകും അതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ മൂപ്പിച്ച് വെച്ചിരുന്ന പൊടികളിൽ ഞാനൊരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാള ഇഞ്ചി പച്ചമുളകൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടിയിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതധികം മൂക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ ചൂടാക്കിയ പൊടികളാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം സവാള ഇഞ്ചിയും പച്ചമുളകൊക്കെ ആയിട്ട് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു വലിയൊരു തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ പോർക്ക് ഇതിലേക്ക് കൊടുക്കാം. സമയത്ത് ആവശ്യമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ സ്വല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പോർക്ക് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.